വരുവിന്നേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. കൃപമേൽ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപാദം ചേർന്നിടുവിൻ. ധരയിൽ നടന്നതൻ ചരണം നമുക്കരുളും ശാശ്വത ശരണം. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയാ. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയാ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനങ്ങൾ. തേനിനേക്കാൾ മധുരവും പൊന്നിനേക്കാൾ വിലയും വാളിനേക്കാൾ മൂർച്ചയുമുള്ള ദൈവത്തിൻ്റെ വചനം. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ കർത്താവ് ദാനമായി നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യമുള്ള സമാധാനമുള്ള അവസരങ്ങൾ എന്നും നിൽക്കണമെന്നില്ല. ദൈവവചനം കേൾക്കാനുള്ള ഈ ആരോഗ്യവും ഈ ബുദ്ധിയും ഈ സമാധാനമുള്ള കുടുംബാന്തരീക്ഷവും എല്ലാ കാലവും നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ നാം വീട്ടിലിരിക്കുന്നു. നമ്മുടെ പട്ടണത്തിലെ നമ്മുടെ സംസ്ഥാനത്തെ ആശുപത്രികളിലേക്ക് ഒരു നിമിഷം കണ്ണോടിച്ച് നോക്കൂ. ഒറ്റ ആശുപത്രിയിലും ബെഡ് ഒഴിവില്ല. ആശുപത്രികളെല്ലാം ഫുള്ളാണെന്ന് പറയുമ്പോൾ പല വീട്ടിലും ആളില്ലെന്നുള്ള സത്യവും കൂടെ നാം ഓർക്കണം. പല കസേരകളിലും ആളില്ല. പല ബെഡും വീട്ടിലെ ബെഡുകൾ ഒഴിവാണ്. ആശുപത്രിയിലെ ബെഡുകൾ ഫുള്ളാണ്. നമുക്ക് സമാധാനത്തോടും ആരോഗ്യത്തോടും കൂടെ ദൈവവചനം കേൾക്കാൻ കിട്ടുന്ന ഈ അവസരം പ്രിയപ്പെട്ടവരെ വളരെ വിലപ്പെട്ടതാണ്. മാത്രമല്ല ഈ ടെലിവിഷൻ സംവിധാനമൊക്കെ ഇത്രയും ചെലവ് കുറഞ്ഞ് നമ്മുടെ വീട്ടിലെത്തിയതും ദൈവത്തിൻ്റെ കരുണയാണെന്ന് ചിന്തിക്കുന്നതല്ലേ ഉത്തമം. പരസ്യമായി ധാരാളം ആത്മീയ യോഗങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവിടം വരെ പോകുവാനുള്ള സാഹചര്യമോ താല്പര്യക്കുറവോ ഒക്കെ നിമിത്തം പോകാതിരിക്കുന്ന നമുക്കൊക്കെ ഇങ്ങനെ വചനം കേൾക്കാൻ ഒരു അവസരം ദൈവം തന്നതും ദൈവത്തിൻ്റെ കരുണയെന്ന് ഗ്രഹിക്കുന്നത് ഭാഗ്യമാണ്. വളരെ മാന്യമായൊരു ചിന്തയാണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായം പഠിക്കുകയും ധ്യാനിക്കുകയുമായിരുന്നു. അവിടെ സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ്റെ സത്യാന്വേഷണ ചിന്തകളായിരുന്നു നാം പങ്കുവച്ചത്.
ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്ന ചിന്ത അതിലൂടെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കിടുകയായിരുന്നു. അവിടെ നാം സക്കായിയുടെ അന്വേഷണത്തിൻ്റെ 7 പടികൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ചിന്ത നാം സക്കായിയുടെ മാനസാന്തരത്തിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ വചനം വായിക്കുന്നു. യേശു ആ വഴിയായി വരികയായിരുന്നു. അപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് പാർക്കാൻ പോയി എന്ന് പറഞ്ഞവനെ പിറുപിറുത്തു. സക്കായിയോ നിന്നു കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എങ്ങനെയെങ്കിലും ധനം സമ്പാദിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു നികുതി പിരിവ് ഉദ്യോഗത്തിലേക്ക് എടുത്തു ചാടിയ മനുഷ്യനാണ് സക്കായി. അന്നത്തെ സമൂഹത്തിൽ ആ ജോലി മാന്യന്മാരായവർ തിരഞ്ഞെടുക്കാൻ മടിക്കുന്ന ജോലിയാണ്. ഏത് ജോലിയും നല്ലതാണ്, പക്ഷെ ചില ജോലിക്ക് മാന്യത കൂടുതലുണ്ട്. ഒരു അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ചാലും ആളുകൾ അവനെ ആദരിക്കും. എന്നാൽ വേറെ ചില ജോലികളെ അത്രത്തോളം ആദരിക്കുന്നില്ല. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇതുപോലെ സക്കായിയുടെ ഉദ്യോഗം ജനങ്ങളിൽ നിന്ന് വിരോധം സമ്പാദിക്കുന്ന ഒരു ജോലിയാണ്. കാരണം ചുമട് കൊണ്ടുപോകുന്നവനെയും വാഹനമായിട്ട് പോകുന്നവനെയും ബിസിനസ്സിന് പോകുന്നവനെയും പിടിച്ചു നിർത്തി ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഈ ഉദ്യോഗസ്ഥനോട് ജനങ്ങൾ അത്ര ഒരു നല്ല മനസ്സല്ല പുലർത്തുന്നത്. പൊതുവെ ആ സമൂഹം 2 കൂട്ടം ആളുകളെ തരം താഴ്ത്തി കണ്ടിരുന്നു. ഒന്ന് ചുങ്കക്കാർ, 2 പാപികളെന്ന് വിളിക്കുന്നത് ദുർനടപ്പുകാരെയാണ് അവിടെ ഉദ്ദേശിച്ചത്. ധാർമ്മികമായ കുടുംബജീവിതത്തിലെ പാളിച്ചകൾ സംഭവിച്ചവരെയാണ് പാപികളെന്ന് വിളിക്കുന്നത്. കുറച്ചുകൂടെ അതിൻ്റെ ഉള്ള ഭാഷയിൽ പറഞ്ഞാൽ വ്യഭിചാരികളും ചുങ്കക്കാരും ഒരു ഗ്രൂപ്പായിട്ടാണ് അന്നത്തെ സമൂഹം ചിത്രീകരിച്ചിരുന്നത്. അപ്പം മാനം കളഞ്ഞിട്ടായാലും സൽപ്പേര് കളഞ്ഞിട്ടായാലും കാശുണ്ടാക്കണമെന്ന് ചിന്തിച്ച ഒരു മനുഷ്യൻ കാശിഷ്ടം പോലെ ആയിക്കഴിഞ്ഞപ്പോൾ സമാധാനം അന്വേഷിക്കാൻ തുടങ്ങി. അതായത് കാശുകൊണ്ട് നികത്താൻ പറ്റാത്ത ഒരു വിടവ് അവൻ്റെ അകത്തുണ്ടെന്നവൻ വൈകിയാണ് മനസ്സിലാക്കിയത്. അവൻ ഉണ്ടാക്കിയ പണം കൊണ്ടോ അവൻ സമ്പാദിച്ച മറ്റെന്തെങ്കിലും കൊണ്ടോ അവൻ്റെ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നില്ല. അപ്പോൾ അവൻ സമാധാനം അന്വേഷിച്ചു, ദൈവത്തെ അന്വേഷിച്ചു, സത്യം അന്വേഷിച്ചു, യേശുവിനെ അന്വേഷിച്ചു. അങ്ങനെ അവൻ യേശുവിനെ കണ്ടെത്തി. യേശുവിനെ കണ്ടെത്തിയ വഴി യേശു അല്ല സംസാരിക്കുന്നത്, യവനാണ് സംസാരിക്കുന്നത്. യേശുവിനെ കണ്ടെത്തിയ വഴി സക്കായിയോ നിന്നുകൊണ്ട് കർത്താവിനോട്, കർത്താവേ, ഞാൻ ചിലതെല്ലാം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അനേകം മാസങ്ങൾ ഗുണപാഠം പഠിപ്പിച്ച് നല്ലത് ചെയ്യ്, നല്ലത് ചെയ്യ്, നല്ലത് ചെയ്യെന്ന് മതങ്ങൾ പഠിപ്പിച്ചിട്ടും ഇവിടെ ആരും അധികം നല്ലത് ചെയ്യുന്നില്ല. നിങ്ങൾ എന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടോ? യേശുവിനെ കണ്ട വഴി അവൻ കുറച്ച് നല്ലത് ചെയ്യാനങ്ങ് തീരുമാനിച്ചു. വർഷങ്ങളും നൂറ്റാണ്ടുകളും എടുത്തിട്ട് നന്മ ചെയ്യും, നന്മ ചെയ്യും, നന്മ ചെയ്യുന്ന മതങ്ങൾ പഠിപ്പിച്ചിട്ടും ഇവിടെ ആരും അധികം നന്മയൊന്നും ചെയ്തിട്ടില്ല. വളരെ കുറച്ച് പേരേ ചെയ്തുള്ളൂ. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ അവൻ ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. അതെ, മാനസാന്തരം കേവലം മതത്തിൻ്റെ 4 ഭിത്തിക്കകത്ത് വെളിപ്പെടുത്തുന്ന ഒരു കപട ഭക്തിയല്ല. മാനസാന്തരം കൈകളിലൂടെ പുറത്തേക്ക് വരും, നാവിലൂടെ മാത്രമല്ല. മാനസാന്തരം പേഴ്സിലൂടെ പുറത്തേക്ക് വരും, കാലുകളിലൂടെ പുറത്തേക്ക് വരും, പെരുമാറ്റത്തിലൂടെ പുറത്തേക്ക് വരും. വാഗൊണ്ട് സ്തോത്രം ചെയ്യുന്നത് മാത്രമാണ് മാനസാന്തരമെന്ന് ഞാനോ എന്നെ പോലെയുള്ള ആരെങ്കിലുമോ ധരിച്ചെങ്കിൽ അവർക്ക് യേശുവിൻ്റെ സ്വഭാവം അറിയില്ലെന്ന് ഞാൻ പറയും.
യേശുവിൻ്റെ സാന്നിധ്യം ആ മനുഷ്യനിൽ വരുത്തിയ മാറ്റത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ നിങ്ങളോട് പങ്കിട്ടു. ഞാൻ വീണ്ടും പറയുകയാണ്. അവൻ ആദ്യമേ പറയുന്നത്, എൻ്റെ വസ്തുവകയിൽ പാതി. ഈ സംഭവം വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. അവൻ എത്രയോ പിടിച്ച് സമ്പാദിച്ചതാണത്. ലൂസായിട്ട് പണം കൈകാര്യം ചെയ്യുന്നവർക്ക് പണം ഉണ്ടാകത്തില്ല. നമുക്കറിയാവുന്നൊരു തത്വമാണത്. ഉറവകൾ, ലീക്ക് എവിടെയുണ്ടോ അതെല്ലാം അടച്ചടച്ച്, ലാഭം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം കണ്ണു നട്ട്, ഒരു വശത്തൂടെയും പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നവന് മാത്രമേ പണം ബാലൻസ് വരത്തുള്ളൂ. ആ പണം പകുതി, ഒരു ലൈഫ് കൊണ്ട് സമ്പാദിച്ച സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുത്തേക്കാവുന്നവൻ പറയുമ്പോൾ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആ പണത്തിലേക്കല്ല തിരിക്കുന്നത്, മനോഭാവത്തിലേക്കാണ്. അവൻ്റെ മനോഭാവം മാറിയത് എങ്ങനെ? ഈ സന്ദേശം കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, മനോഭാവം മാറ്റാൻ ഒരു മരുന്ന് ഈ മെഡിക്കൽ ഷോപ്പിലില്ല. മനോഭാവം മാറണമെങ്കിൽ യേശുവിനെ അറിയണം. യേശുവിൻ്റെ സാന്നിധ്യം അവൻ്റെ മനോഭാവത്തിന് മാറ്റം വരുത്തി. മതങ്ങൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് യേശു പഠിപ്പിക്കുന്നത്. മതങ്ങളൊക്കെ പുറമേ ഉള്ള ട്രീറ്റ്മെൻ്റാണ്, പുറമേ ഉള്ള ചികിത്സകളാണ് പഠിപ്പിക്കുന്നത്. പൂശുക, പുരട്ടുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്നാൽ യേശു മനുഷ്യൻ്റെ അകത്ത് മാറ്റം വരണമെന്ന് പഠിപ്പിച്ചു. ആ പ്രയോഗം ഇങ്ങനെയാണ്: പുറത്തു നിന്ന് അകത്തേക്ക് ചെല്ലുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തുനിന്ന്, അതായത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്ന ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, മോഷണം, അത്യാഗ്രഹം, കൊലപാതകം, ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇവൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഇവനെ അശുദ്ധനാക്കുന്നത്. അതുകൊണ്ട് ഇവനെ വിശുദ്ധനാക്കണമെങ്കിൽ ഇവൻ്റെ അകത്ത് മാറ്റം വരണം. അങ്ങനെ ഇവൻ്റെ അകത്തെ മാറ്റത്തെക്കുറിച്ച് വളരെ ഗൗരവമായി പഠിപ്പിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ അവൻ്റെ അകത്തൊരു സ്പർശനമുണ്ടായി. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ പരമാർത്ഥമായി ദൈവവചനം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കീഴടക്കാൻ മേലാത്ത സ്വഭാവ വൈകല്യങ്ങളുടെ മേൽ യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്പർശനം ഈ വചനം കേൾക്കുമ്പോൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് അതിന്മേലൊരു മോചനം വരികയും ചെയ്യുമെന്ന് ഞാൻ അനുഭവത്തോടുകൂടിയും വചനത്തിൻ്റെ അധികാരത്തിൽ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നു. ഏറ്റവും പ്രയാസം ധനകാര്യങ്ങളിലെ വ്യത്യാസമാണ്. അതെ, അവൻ ധനത്തോടുള്ള മനോഭാവം മാറി. വേദപുസ്തകം പഠിപ്പിക്കുന്ന മാനസാന്തരത്തിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ധനത്തോടുള്ള മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മനോഭാവമാണ് ശത്രുവിനോടുള്ള മനോഭാവം. ശത്രുവിനോടുള്ള മനോഭാവം ഒരാളുടേത് അറിഞ്ഞാൽ ആ വ്യക്തി ആരാന്ന് പറയാം. എനിക്കൊരുപാട് ദൈവഭക്തന്മാരെ അറിയാം, പക്ഷെ മനുഷ്യരുമായിട്ടൊക്കെ ഭയങ്കര വഴക്ക. ഒരു കോടതി കഴിഞ്ഞ് അടുത്ത കോടതിയിലേക്ക് അവർ ഓടുകയാണ്. ഹൈക്കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുപ്രീം കോടതി വക്കീലിനെ കണ്ടുവെക്കുക, കാരണം ഇവിടെ പരാജയപ്പെട്ടാൽ അവിടെ പോകാൻ. പക്ഷെ അവരൊറ്റ ഞായറാഴ്ച മുടക്കാതെ പള്ളി പോവുകയും ചെയ്യും. അവർ പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും, ഉറക്കെ പ്രാർത്ഥിക്കും. ഇവിടെ അവർ ദൈവത്തോടുള്ള മനോഭാവം നല്ലതാണെന്ന് അവർ ധരിക്കുന്നു, പക്ഷേ ശത്രുവിനോടുള്ള മനോഭാവം മാറിയിട്ടില്ല. ധനത്തോടുള്ള മനോഭാവം മാറാത്തത് കൊണ്ടാണ് ശത്രുവിനോടുള്ള മനോഭാവം മാറാത്തത്. 1/2 സെന്റ് വസ്തുവിന് വേണ്ടിയാണ് ഈ കേസ്. 1/2 സെന്റ് ഭൂമിക്ക് വേണ്ടിയുള്ള ഈ കേസ് ഇവനെ സുപ്രീം കോടതി വരെ എത്തിച്ചപ്പോൾ ഇവന്റെ മനോഭാവത്തിൽ 2 പാളിച്ചകളുണ്ട്. ഒന്ന് ധനത്തോടുള്ള മനോഭാവം, 2 ഇവന്റെ ശത്രുവിനോടുള്ള മനോഭാവം. ക്രിസ്തീയ ധർമ്മശാസ്ത്രത്തിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളിൽ ഏറ്റവും കാതലായ കാര്യം ശത്രുക്കളെ സ്നേഹിക്കുക. ഇത് പഠിപ്പിക്കലുകൾ കൊണ്ട് നടക്കില്ല, ടീച്ചിങ് കൊണ്ട് സംഭവിക്കേണ്ട ഒരു കാര്യമല്ല. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലേ പറ്റുകയുള്ളൂ. കർത്താവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ വന്നെങ്കിലേ ഇത് സാധിക്കത്തുള്ളൂ. യേശു ക്രിസ്തുവിനാൽ ഹൃദയത്തിൽ മാറ്റം വന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇന്ത്യയുടെ ചരിത്രത്തിൽ മറക്കാൻ മേലാത്തൊരു സംഭവമുണ്ട്. അത് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ മരണമാണ്.
എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രസിദ്ധ കവികൾ ONV ആരൊക്കെയോ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞത് ഞാൻ മാസികകളിൽ വായിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ കുഷ്ഠരോഗികളെ മുറിവ് കെട്ടാൻ വന്ന മിഷണറിക്ക് ലഭിച്ച ദാരുണ മരണത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് ഇവിടുത്തെ പ്രസിദ്ധ ചിന്തകന്മാർ പത്രത്തിൽ പറഞ്ഞത് ഞാൻ വായിച്ചു. അതൊന്നും മിഷണറിമാർ പറഞ്ഞ വാക്കല്ല, ഇവിടുത്തെ കവികൾ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. പക്ഷെ ഞാനൊരു സന്തോഷ വാർത്ത ആ ദിവസങ്ങളെ പത്രത്തിൽ കണ്ടത് ഞാൻ എഴുതി വെച്ചു. അത് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ മാന്യ വനിത ഗ്ലാഡിസ് പറഞ്ഞ വാക്കാണ്. ഞാൻ അവരോട് ക്ഷമിക്കുന്നു. അതിനുശേഷം അതിനകത്തെ പ്രതികൾക്ക് ശിക്ഷ കൊടുത്തു എന്ന് കേട്ടപ്പോൾ പത്രക്കാർ ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ മനോഭാവം എന്താണ്? അത് എൻ്റെ വിഷയമേ അല്ല, ഞാൻ അന്നേ ക്ഷമിച്ചതാണ്. ആ ദിവസങ്ങളിൽ ഞാൻ വേറെ ചില പത്രങ്ങൾ വായിച്ചപ്പോൾ വേറെ ഇവിടെ പല കൊലപാതകങ്ങൾ നടന്നു. അതിൽ ശിക്ഷ ലഭിച്ചപ്പോൾ ആ കൊലപാതകത്തിൻ്റെ വേദന അനുഭവിച്ച വ്യക്തികളോട് ചോദിച്ചു, നിങ്ങളുടെ മനോഭാവം എന്താണ്? നീതി നടത്തിയതിൽ സന്തോഷമുണ്ട്, അർഹമായ ശിക്ഷ കൊടുത്തതിൽ സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പ്രതികരണം. പക്ഷെ ഗ്ലാഡിസ് സ്റ്റെയിൻസിന് പ്രതികരണം, ഞാനത് ക്ഷമിച്ചതാണ്, എനിക്കിനി ആ വിഷയത്തിൽ അഭിപ്രായമില്ലെന്നാണ് പറഞ്ഞത്. ഇതെവിടുന്ന് വന്നു പ്രിയപ്പെട്ടവരെ? ഇത് പണം കൊടുത്തുണ്ടാക്കാൻ പറ്റുമോ? ഇത് നെയ്യോ കളവുമോ കുങ്കുമോ കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് പണം കൊടുത്താൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരുത്തനെ ഏതെങ്കിലും പുതിയ ജലാശയത്തിൽ കുളിപ്പിച്ചാലും അവൻ്റെ സ്വഭാവം മാറത്തില്ല. ഏതെങ്കിലും വില കൂടിയ എണ്ണ അവനെ തേപ്പിച്ചാലോ മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ കൊണ്ടൊന്നും മനോഭാവം മാറില്ല. തെറ്റിദ്ധരിക്കരുതേ, പിണങ്ങരുതേ, സത്യം ഗ്രഹിക്കണം. യേശുവിൻ്റെ സാന്നിധ്യമേ മനോഭാവം മാറുകയുള്ളൂ. ഇന്ത്യയിലെ കേരളത്തിലെ പ്രമുഖ സെൻട്രൽ ജയിലുകളിൽ കിടന്ന പല സുഹൃത്തുക്കൾ ഇന്ന് എന്നോടൊപ്പം വിശേഷം ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ പല ദിവസങ്ങൾ പഠിച്ചു. ക്രിമിനൽ സ്വഭാവമുള്ളവരും ജീവപര്യന്തം തടവിൽ കിടന്നവരും ഒന്നോ അതിലധികമോ ആളുകളെ കൊല ചെയ്തവരുമായ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരെപ്പറ്റി ഞാൻ ഇപ്പോൾ മനസ്സിലായി, അവർ തൽക്കാലം ഒരു കപടഭക്തിയുടെ വേഷമിട്ടല്ല നടക്കുന്നത്. അവർക്ക് മനോഭാവത്തിന് സമൂലമാറ്റം വന്നിട്ടുണ്ട്. അതെ, ശത്രുവിനോടുള്ള മനോഭാവം അതിപ്രധാനപ്പെട്ട ഘടകമാണ്. വേദപുസ്തകം പറയുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. അതെ, ഒരു മനുഷ്യൻ ആരാണെന്നറിയണമെങ്കിൽ അവൻ്റെ പണം കൊടുത്തു. ഒരു മനുഷ്യൻ ആരാണെന്നറിയണമെങ്കിൽ അവനെ ഉപദ്രവിച്ച് നോക്കുക, അവനെ അപവാദം പറഞ്ഞു നോക്കുക, അവനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നോക്കുക, അവനെ തേജോവധ അപവാദം പറയുക, കരിവാരി തേക്കുക. ഈ കാലഘട്ടം ഒരു ബ്ലാക്ക് മെയിൽ സംസ്കാരത്തിൻ്റെ കാലമാണ്. അതെ, ഇങ്ങനെ അവൻ ചെയ്യാത്ത കുറ്റം അവൻ്റെ മേൽ ആരോപിക്കുകയും അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്താൽ ആ വ്യക്തിയുടെ ക്വാളിറ്റി ഏതാണെന്ന് അപ്പോൾ അറിയാം. അവനെ സ്നേഹിക്കുമ്പോഴോ അവനെ ചുംബിക്കുമ്പോഴോ അവനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴോ അവൻ്റെ യഥാർത്ഥ ആൾ പുറത്തു വരത്തില്ല. എന്നാൽ അവനെ വേദനിപ്പിച്ചാൽ, ഉപദ്രവി, അവൻ്റെ തനിനിറ പുറത്തു വരും. നമ്മുടെ നാട്ടിൽ മനസ്സിലാവുന്നൊരു ഉദാഹരണം പറയാം. ഒരുപോലെ ഇരിക്കുന്ന രണ്ടു തരം പാമ്പുണ്ട്. ഒന്നിൻ്റെ പേര് മൂർഖൻ, മറ്റതിൻ്റെ പേര് ചേര. ചേരപ്പാമ്പ് നല്ല പാമ്പാവും, ഉപദ്രവം ഒന്നും ചെയ്യത്തില്ല, അത് നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവർ രണ്ടും തമ്മിൽ കൂട്ടാണ്. മൂർഖനും ചേരയും ഒരുമിച്ച് നടക്കുക. സാധാരണക്കാരൻ കണ്ടാൽ രണ്ടും ഒരുപോലെ ഇരിക്കും. ചെറുതായിട്ടൊന്ന് വേദനിപ്പിച്ചാൽ മതി, മൂർഖൻ ഏതാണെന്ന് അപ്പോൾ അറിയാം, ചേര ഏതാണെന്നും അപ്പോൾ അറിയാം. അതെ, യഥാർത്ഥ ക്രിസ്ത്യാനിയെ തിരിച്ചറിയണമെങ്കിൽ വേദനയിലൂടെ കടക്കണം, വേദനിപ്പിക്കണം. അറിയാത്ത ആരോപണങ്ങൾ അവൻ്റെ മേൽ കെട്ടിവെക്കുകയോ ചെയ്യരുതാത്ത കാര്യം അവനോട് ചെയ്യുകയോ ന്യായമല്ലാത്ത വേദനകളിലൂടെ കടന്നു പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ മനോഭാവം അറിയാം. അതെ, ശക്തിയ ഉപദേശത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഘടകമാണ്. മനോഭാവത്തിൽ മൂന്നാമത്തേത് മിത്രത്തോടുള്ള മനോഭാവം. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം മറ്റൊന്നും. സ്നേഹിതന് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലുത് എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ വളരെ പഠിക്കേണ്ടതാണ്. അതെ, മിത്രത്തോടുള്ള മനോഭാവം. നമ്മൾ ഇന്നത്തെ സമൂഹം എടുത്ത കമ്പനി കൂടുന്നതിന് വളരെ പ്രാധാന്യമുള്ളൊരു കാലമാണിത്. ഓരോരോ കാലഘട്ടത്തിന് ഓരോരോ വ്യത്യാസമുണ്ടല്ലോ. ഇന്ന് സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹം പങ്കിടുന്നത് എവിടെയാണ്? ബാറിൽ വെച്ചാണ്. മിക്കവാറും ബാറിൽ വെച്ച്, ബാർ ഹോട്ടലുകളിൽ പോയാണ് സ്നേഹം പങ്കിടുന്നത്. മിത്രത്തോടുള്ളവൻ്റെ മനോഭാവം യഥാർത്ഥത്തിൽ പറഞ്ഞതാണെന്ന് അടുത്തിടപെടുമ്പോൾ മനസ്സിലാകാം.
അങ്ങനെ അല്ലാത്ത ചുരുക്കം ചില ആളുകളുണ്ട്. അവരെ ഒഴിച്ച് ഞാൻ പറയുന്നു, എല്ലാ സ്നേഹത്തിൻ്റെയും പുറകിലൊരു സ്വാർത്ഥതയുണ്ട്. ആടുമ്പോൾ നമുക്ക് മനസ്സിലാകും. മാനസാന്തരത്തിൻ്റെ പരസ്യ പ്രകടനങ്ങൾ മനോഭാവത്തിലുള്ള വ്യത്യാസമാണ്. ദൈവത്തോടുള്ള മനോഭാവം, ദൈവത്തോടുള്ള മനോഭാവം, അതാണ് നാലാമത്. ദൈവത്തോടുള്ള മനോഭാവം. ദൈവത്തോടാണ് ഇന്നത്തെ സമൂഹത്തിൽ, അല്ലെങ്കിൽ പൊതുവെയുള്ള മനുഷ്യ സമൂഹത്തിൽ ദൈവത്തോടുള്ള മനോഭാവം എന്താണ്? അതിനൊരു ചൊല്ലുണ്ട്, പാലം കടക്കുവോളം ദൈവമേ ദൈവമേ, കടന്നാൽ പിന്നെ സ്വന്തം കാര്യം. ഇടി വെട്ടുമ്പം കുരിശു വരയ്ക്കാത്ത ഒരു ക്രിസ്ത്യാനിയും കാണുകയല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇടി വെട്ടുമ്പം വേറെ ഒന്നും ചെയ്യാം. ഇടി വെട്ടുമ്പം പോലീസ് സ്റ്റേഷനിലോട്ട് ഫോൺ വിളിച്ചിട്ട് കാര്യമില്ല. ഇടി വെട്ടുമ്പം ഫയർ സ്റ്റേഷൻ്റെ നമ്പർ കറക്റ്റ് അറിയാം. തീപിടുത്തം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടാണ് വിളിക്കുന്നത്. പക്ഷേ ഇടി വെട്ടുമ്പം ഫയർ സ്റ്റേഷനും പോയി കാണും, അവിടെയും വിളിച്ചിട്ട് കാര്യമില്ല. ഇടി വെട്ടുമ്പോൾ ബാങ്കിലേക്ക് വിളിച്ചിട്ട് കാര്യമില്ല. ഇടി വെട്ടുമ്പം മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഇടി വെട്ടുമ്പം കുരിശു വരയ്ക്കും, അല്ലെങ്കിൽ ദൈവമേ ഈശ്വരാ എന്ന് വിളിക്കും. ഇതാണ് മിക്കവാറും ആളുകളുടെ ദൈവത്തോടുള്ള മനോഭാവം. കാര്യങ്ങൾ കുഴയുമ്പോൾ, പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ദൈവമേ എന്ന് വിളിക്കുക. ഇടിവെട്ടൽ അവസാനിക്കുമ്പം. മാനസാന്തരം അതല്ല. മാനസാന്തരം വന്നവൻ അവനിങ്ങനെ പറയും, എനിക്കെല്ലാറ്റിലും വലുത് കർത്താവാണ്. ഇവിടെയാണ് നാം ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് എത്തുന്നത്. മാനസാന്തരം, അതായത് മനസ്സിന് മാറ്റം വന്നവൻ അവൻ്റെ ഹൃദയത്തിൽ യേശുവിനെ പ്രതിഷ്ഠിക്കും. അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായി അവൻ കർത്താവിനെ പ്രതിഷ്ഠിക്കും. ഇവിടെ ഞാനൊരു വാക്യം ഓർപ്പിച്ച് ഇന്നത്തെ സന്ദേശം ഉപസംഹരിക്കാം. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഈ കർത്താവെന്ന് വായ കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കും. അതെ, യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുക. അർത്ഥം എന്താണ്? യേശു എൻ്റെ കർത്താവ്, യേശു എൻ്റെ കർത്താവ്, യേശു എൻ്റെ കർത്താവ്. ഇതൊരു സമർപ്പണമാണ് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കഷ്ടത വരുമ്പോൾ ദൈവത്തെ വിളിക്കുന്ന ഭക്തി അവസ്ഥയിൽ നിന്ന് ജീവിതത്തിലെ എല്ലാമായിട്ട് യേശുവിനെ സ്വീകരിക്കുക. സന്തോഷത്തിലും സന്താപത്തിലും ത്തിലും ദാരിദ്ര്യത്തിലും സുഖത്തിലും ദുഃഖത്തിലും യേശു എൻ്റെ കർത്താവ്. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനോട് പറഞ്ഞു, സ്കൂട്ടറിനും കാറിനും സ്റ്റെപ്പിന് ടയറുണ്ട്. ഇതുപോലെയാ ഉപദേശി ഞങ്ങളുടെയൊക്കെ ദൈവവിശ്വാസം. അദ്ദേഹം ഞങ്ങളുടെ ഒരു കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ വന്നതാണ്. അദ്ദേഹം എന്നോട് തുറന്നു പറഞ്ഞൊരു വാക്കാണ്. കല്യാണത്തിലെ പ്രസംഗം ശ്രദ്ധിച്ച ശേഷം അദ്ദേഹം ഫോട്ടോ എന്ന കൂട്ടത്തിലെ പ്രസംഗം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രസംഗത്തിന് ശേഷം എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, ഞാൻ ദൈവവചനം കേട്ടോണ്ടായിരുന്നത് സ്കൂട്ടറിൻ്റെ സ്റ്റെപ്പിന് ടയർ പോലെയാ ഞങ്ങളുടെ ദൈവവിശ്വാസം. എനിക്കദ്ദേഹം കിട്ടി. ടയർ ആരും ശ്രദ്ധിക്കുന്ന പോലുമില്ല. പക്ഷേ ഉള്ള ടയർ പഞ്ചറാവുമ്പോഴാണ് സ്റ്റെപ്പിന് നോക്കുന്നത്. ഈ സന്ദേശത്തിൻ്റെ ഒടുവിൽ ഞാൻ പറയട്ടെ, നിനക്കുള്ള ടയർ പഞ്ചറാകുന്നതിന് മുമ്പ് ഈ കർത്താവിനെ ജീവിതത്തിൻ്റെ എല്ലാമായിട്ട് തിരഞ്ഞെടുത്താൽ ഈ ഉള്ളത് പഞ്ചറാകുകയില്ല. ഈ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ എഴുതുക. മാനസം മനോഭാവത്തിൽ വരുന്ന സമൂല മാറ്റമാണ്. ആ മാറ്റം നിൻ്റെ കുടുംബത്തിലേക്ക് വ്യാപിക്കും, ആ മാറ്റം നിൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപിക്കും, ആ മാറ്റം നിൻ്റെ തൊഴിൽ വ്യാപിക്കും, ഓഫീസിലത് വ്യാപിക്കും. അങ്ങനെ ഒരു നല്ല ക്രിസ്തീയ മനോഭാവം ലോകം കാണും. അങ്ങനെ നിങ്ങളിലുള്ള വെളിച്ചം മറ്റുള്ളവർ കാണുകയും യഥാർത്ഥ ദൈവാന്വേഷണത്തിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം എന്തെന്ന് ലോകം അറിയുകയും ചെയ്യും. ഈ വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഒരു മാറ്റത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ എത്ര പേർ തയ്യാറാകും? യേശു ഒന്നും പറയുന്നതിന് മുമ്പേ സക്കായി ഒരു മാറ്റത്തിന് തയ്യാറായി. അവൻ്റെ ജീവിതം മാനാന്തെന്ന് പറയുന്ന ഒരു പശ്ചാത്താപം കാണിച്ചില്ല, അതൊരു സമർപ്പണത്തിലേക്ക് വന്നു. പലരും ദൈവവചനം കേൾക്കുമ്പോഴും സുനാമി, അപകടം, ക്യാൻസർ, എയ്ഡ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും, ഒരു ചെറിയ പശ്ചാത്താപമാണ്.
പക്ഷേ ഇടില്ല, ചേഞ്ചിന് തയ്യാറാകുന്നില്ല. നിങ്ങൾക്കൊരു പശ്ചാത്താപം മാത്രം പോരാ, നിങ്ങളൊരു മാറ്റത്തിന് തയ്യാറാകണം. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളടയ്ക്കാം. കരുണയുള്ള കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കാൻ വീണ്ടും അവസരം തന്നതുകൊണ്ട് സ്തോത്രം. തക്കുന്ന മനുഷ്യന്റെ മാനകുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. ധനത്തോടുള്ള അവൻ്റെ മനോഭാവം പ്രധാനമായി ഞങ്ങൾ കണ്ടു. മാനസാന്തരത്തോടുള്ള ബന്ധത്തിൽ യേശു പഠിപ്പിച്ച ചിന്തകൾ ഞങ്ങൾ ചിന്തിച്ചു. ധനത്തോട് മാത്രമല്ല, ശത്രുവിനോടും മിത്രത്തോടും ദൈവത്തോടും കുടുംബത്തോടും സമൂഹത്തോടുമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സമൂല മാറ്റം വരുന്നതാണ് ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ ഫലമെന്ന് ഞങ്ങൾ. അതേ കർത്താവേ, ഒരു മാറ്റത്തിനായിട്ട് ഞങ്ങളെ ഇന്ന് സമർപ്പിക്കുന്നു. എൻ്റെ ഈ വചനം കേട്ട് എല്ലാവരെയും സമർപ്പിച്ചടിയാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒരു സമൂല മാറ്റം വരാൻ കർത്താവ് ഇടയാക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് നന്ദി. ഈ കേട്ടതായ വചനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾ ഷെയർ ചെയ്യുവാൻ പങ്കിടുവാനുണ്ടെങ്കിൽ രഹസ്യമായി സൂക്ഷിക്കുമെന്ന ഉറപ്പോടുകൂടെ ഞങ്ങളുടെ മേൽവിലാസം ഇവിടെ അറിയിക്കട്ടെ. പാസ്റ്റർ ബാബു ചെറിയാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 6, പിറവം. ഫോൺ നമ്പർ 0485 224 35 15. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ പിതാവേ, എൻ യഹോവേ, നിന്നിലാകണമേ. നിന്നെ അറിയാൻ നന്മ നിറയാൻ ഭാഗ്യമേകണമേ. പൂണ്ടോർക്കായി